വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു എഗ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ് പുഡിങ്ങിൽ മെയിനായിട്ട് എഗ്ഗ്, പാല്, ഷുഗർ ഈ 3 സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് പാലും ഒരു എഗ്ഗും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അപ്പോഴേക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ കുറച്ച് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ളത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിലുള്ളത് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഷുഗർ കഴിഞ്ഞു, അപ്പം പുതിയൊരു പാക്കറ്റിൽ നിന്ന് ആണ് ഷുഗർ എടുക്കുന്നത്. അങ്ങനെ ഷുഗറൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ക്യാരമലൈസ്. എൻ്റെത് കുറച്ചൊന്ന് കരിഞ്ഞു പോയി, പക്ഷേ കുഴപ്പമില്ല, അത് കഴിക്കുമ്പം ഓക്കെ ആവുന്നുണ്ട്. ഇത്ര അങ്ങോട്ട് ഒരു ബ്രൗണിഷ് കളർ ആവണ്ട കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മിൽക്കും ആ ഒരു എഗ്ഗും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷുഗർ ക്യാരമലൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ഇത്ര കളർ ആവണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അതാ പറ്റിയ കളർ മാറുന്നത് ഞാൻ കണ്ട് അവിടെ നിന്നുപോയി. അപ്പോൾ എന്നിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് ഈ ക്യാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിതിവിടെ വെക്കുന്നത് നമ്മുടെ സാധാരണ ഇഡ്ഡലി പാത്രം ഇല്ലേ, അതിലൊരു ആവി കയറ്റുന്നൊരു ഇതുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ പാത്രത്തിലാണ് ഇതിവിടെ വെക്കുന്നത്. അപ്പം അതിലൊരു 25 മിനിറ്റ്സൊക്കെ കഴിയുമ്പോഴേക്കും അത് സെറ്റായി വരുന്നുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഒരു 25 മിനിറ്റ്സൊക്കെ കഴിയുമ്പം നമ്മൾ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പം നമുക്കത് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മളെ സാധനമൊക്കെ സെറ്റായി. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിലേക്ക് മധുരം ഇടാത്തൊരു ചായയാണ് ഉണ്ടാക്കിയത്, കാരണം ഒക്കെ കൂടെ മധുരമായി മുത്ത് പിടിക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പം ലാസ്റ്റ് അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പൊക്കെ കൂട്ടി കഴിക്കണം, അപ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. നന്നായിട്ട് മുക്കി കഴിക്കുക. എനിക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് മുക്കാൻ കഴിയുന്നില്ല, പിന്നെ മറ്റേതാകുമ്പോൾ കയ്യിൽ ഒട്ടി കളിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഇതാണ് എടുത്തത്. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചേച്ചിമാർക്കും ഇഷ്ടമായി. അമ്മയും അച്ഛനും കഴിച്ചില്ല, അവർക്ക് ഷുഗറിലുണ്ട്, അവർ കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ചായയുടെ കൂടെ കൂട്ടി കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. മധുരമില്ലാത്ത ചായയുടെ കൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.